ഏറ്റവും വലിയ നാലക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയുടെയും തുക എത്ര? ഏറ്റവും വലിയ അക്ക സംഖ്യ ചോദിക്കുമ്പോൾ എത്ര അക്കാണോ അത്രയും ഒൻപതുകൾ ചേർത്തിയിടുക. ഇപ്പം ഇവിടെ 4 അക്കം എന്ന് പറഞ്ഞാൽ 4 9 ചേർത്തിയിടുക. അതായത് 9999 ഏറ്റവും വലിയ നാലക്ക സംഖ്യ. ഏറ്റവും ചെറിയ അക്ക സംഖ്യ ചോദിക്കുമ്പോൾ ആദ്യം 1 ഇടുക. എത്ര അക്കാണോ അതിന്ന് 1 കുറച്ച് അത്രയും പൂജ്യങ്ങൾ 1ൻ്റെ വലതുവശത്തിടുക. ഇവിടെ 4 അക്കാണ്, 1 കുറച്ച 3 പൂജ്യങ്ങൾ 1നോട് ചേർത്തിയിടുക. അതായത് 1000 ആണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ. എന്നിട്ട് ഇതിൻ്റെ തുക പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടുക. 9999 കൂടി 1000 കൂട്ടുമ്പോൾ ഉത്തരം 10999. ഒരു സംഖ്യയെ 57 കൊണ്ട് ഗുണിച്ചപ്പോൾ ആ സംഖ്യയിൽ 2016 വർധനവുണ്ടായി. സംഖ്യ ഏത്? സംഖ്യ എക്സ് എടുക്കുക. സംഖ്യയെ 57 കൊണ്ട് ഗുണിക്കുക. എക്സ് ഇൻറ്റു 57 ഗുണിച്ചപ്പോൾ സമം ആ സംഖ്യയിൽ 2016 വർധനവുണ്ടായി. അതായത് സംഖ്യയോട് കൂടി 2016 കൂടി. സംഖ്യ എക്സ് ആണ് പ്ലസ് 2016. എക്സ് ഇൻറ്റു 57 57 എക്സ്. സമത്തിൻ്റെ വലതുവശത്തുള്ള പോസിറ്റീവ് എക്സ് ഇടത്തോട്ട് കൊണ്ടുവന്നു മൈനസ് എക്സ് സമം 2016. 57 എക്സ് എന്ന് ഒരു എക്സ് കുറച്ച 56 എക്സ് സമം 2016. ഇതിന്ന് എക്സ് കാണാൻ 2016 56 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം 36 സംഖ്യ. √3 ഇൻറ്റു √12 ഇൻറ്റു √27 ഇൻറ്റു √48 വില എത്ര? √3 അതുപോലെ ഇട്ടു ഇൻറ്റു √12 4 ഇൻറ്റു 3 എഴുതി ഇൻറ്റു √27 9 ഇൻറ്റു 3 എഴുതി ഇൻറ്റു √48 16 ഇൻറ്റു 3 എഴുതി. √3 അതുപോലെ എഴുതി ഇൻറ്റു ഇവിടെ 4ൻ്റെ റൂട്ട് 2 പിന്നെ √3 ഉണ്ട് ഇൻറ്റു അതുപോലെ 9ൻ്റെ റൂട്ട് 3 പിന്നെ √3 ഉണ്ട് ഇൻറ്റു അതുപോലെ ഇവിടെ 16ൻ്റെ റൂട്ട് 4 പിന്നെ √3 ഉണ്ട്. ഇതിൽ ഈ സംഖ്യകൾ 2 3 4 ഗുണിക്കുമ്പോൾ 2 ഇൻറ്റു 3 6 ഇൻറ്റു 4 24. √3 ഇൻറ്റു √3 ഗുണിച്ചാൽ √3 സ്ക്വയർ ഇൻറ്റു വീണ്ടും ഒരു √3 ഇൻറ്റു √3 സ്ക്വയർ 24 ഇൻറ്റു √(x) ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതുപോലെ √3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ് ഇൻറ്റു √3 ഹോൾ സ്ക്വയർ 3. 24 ഇൻറ്റു 3 72 ഇൻറ്റു 3 ഉത്തരം 216. രണ്ട് സംഖ്യകളുടെ തുക 195ൻ്റെ 1/3ൻ്റെ 1/5 തുല്യം. അവയുടെ ഗുണനഫലം 960ൻ്റെ 1/6ൻ്റെ 1/4 തുല്യം. ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. അപ്പോൾ ഈ സംഖ്യകൾ നമ്മൾ XY എന്ന് പരിഗണിക്കുക. എന്ന് പറഞ്ഞാൽ ഗുണിക്കണം. അപ്പോൾ ഇവിടെ സംഖ്യകളുടെ തുക അതായത് x + y എന്ന് പറയുന്നത് 195ൻ്റെ 195 ഇൻറ്റു 1/3ൻ്റെ 1/3 ഇൻറ്റു 1/5 1/5. അപ്പം 195 ഇൻറ്റു 1 ഇൻറ്റു 1 പറയുമ്പോൾ 195 ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ 5 15 195/15 ഹരിക്കുമ്പോൾ 13 എന്ന് കിട്ടും. നമുക്ക് x + y കിട്ടി. അടുത്തത് അവയുടെ ഗുണനഫലം അതായത് x ഇൻറ്റു y എന്ന് പറയുന്നത് 960ൻ്റെ 960 ഇൻറ്റു 1/6ൻ്റെ 1/6 ഇൻറ്റു 1/4 1/4. 960 ഇൻറ്റു 1 ഇൻറ്റു 1 പറയുമ്പോൾ 960/6 ഇൻറ്റു 4 24 ഹരിക്കുമ്പോൾ 40 എന്ന് കിട്ടും. നമുക്ക് x + yയും x ഇൻറ്റു വൈയും കിട്ടി. നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിക്കുക. x - y ഹോൾ സ്ക്വയർ സമം x + y ഹോൾ സ്ക്വയർ മൈനസ് 4xy വില കൊടുക്കുക. x + y എന്ന് പറയുന്നത് 13 അപ്പോൾ x + y ഹോൾ സ്ക്വയർ 13 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു xy എന്ന് പറയുന്നത് 40. 13ൻ്റെ സ്ക്വയർ 169 കുറയ്ക്കണം. 4 ഇൻറ്റു 40 160. 169 160 കുറച്ച് 9 എന്ന് കിട്ടും. അതായത് x - y ഹോൾ സ്ക്വയർ 9. അപ്പോൾ x - y അതിൻ്റെ റൂട്ട് കാണുക. √9 ഉത്തരം 3. അതായത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. ഉത്തരം 3. 7399നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് അത് ഒരു പൂർണ്ണവർഗമാകുന്നത്? പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമ്മൾ 7299 എഴുതി. എന്നിട്ട് വലത്തുനിന്ന് ഇടത്തോട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 അക്കം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. അപ്പോൾ 99 ഒരു ഗ്രൂപ്പ്, 73 ഒരു ഗ്രൂപ്പ്. ഇനി ഒരേ സംഖ്യകൾ 2 ഒരേ സംഖ്യകൾ എടുത്ത് ഗുണിച്ചാൽ 73ന് തൊട്ട് താഴെ വരണം. 73 അല്ലെങ്കിൽ 73ന് തൊട്ട് താഴെ വരണം. 73നേക്കാൾ കൂടരുത്. അപ്പോൾ നമ്മൾ 8 ഇൻറ്റു 8 ഗുണിച്ച് 64 കിട്ടും.
പക്ഷേ 9 × 9 ഇട്ടാൽ 81 73 കൂടും. അപ്പോൾ 9 പാടില്ല. 8 × 8 64. 73 64 കുറച്ച് 9. അടുത്ത ഗ്രൂപ്പ് 99 ഒന്നിച്ചിറക്കിയിട്ടു. അപ്പോൾ ഇവിടെ 999 ഇനി 8ൻ്റെ ഇരട്ടി നമ്മളിവിടെ 16 എന്നിടുന്നു. 16 8ൻ്റെ ഇരട്ടി 16. ഇനി നമ്മൾ 8ൻ്റെ കൂടെ 1 ഇട്ടാൽ ഇവിടെയും 16ൻ്റെ വലതുവശത്ത് 1 ഇടണം. എന്നിട്ട് 1 കൊണ്ട് 161 ഗുണിക്കുക. അല്ലെങ്കിൽ 8ൻ്റെ കൂടെ 2 ഇട്ടാൽ 16ൻ്റെ കൂടെ 2 ഇടണം. അപ്പോൾ 2 × 162. 8ൻ്റെ കൂടെ 3 ഇട്ടാൽ 16ൻ്റെ വലതുവശത്ത് 3 ഇടണം. അപ്പോൾ 3 × 163. 8ൻ്റെ കൂടെ 4 ഇട്ടാൽ 16ൻ്റെ കൂടെ 4 ഇടുക. 4 × 164. അങ്ങനെ ഗുണിച്ച് നമ്മൾ 999 തൊട്ട് മുകളിലത്തെ സംഖ്യ കാണണം. അപ്പോൾ നമ്മളിവിടെ 6 ഇട്ട് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 6 ഇട്ടാൽ 6 × 166 ഗുണിച്ചാൽ 999 താഴെ വരും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് 7 കൊണ്ട് 167 ഗുണിക്കുമ്പോൾ 1169. അതിനുശേഷം 1169 999 കുറയ്ക്കുക. അപ്പോൾ 170 കിട്ടും. ഇതാണ് ഉത്തരം. ഉത്തരം 170. രണ്ട് സംഖ്യകളുടെ തുക 15. അവയുടെ വിൽക്രമങ്ങളുടെ തുക 3/10. സംഖ്യകളേവ? ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് സംഖ്യകൾ എക്സും വൈയും എന്ന് സങ്കല്പിക്കുക. സംഖ്യകളുടെ തുക അതായത് എക്സ് പ്ലസ് വൈ എത്രയാണ്? 15. ഇനി വിൽക്രമങ്ങളുടെ തുക അതായത് റെസിപ്രോക്കൽസ് കണ്ട് ആഡ് ചെയ്താൽ 3/10 കിട്ടും. അപ്പോൾ 1/x + 1/y = 3/10. 1/x 1/y കൂട്ടുമ്പോൾ നമുക്ക് x + y/xy എന്ന് കിട്ടും. 3/10. എക്സ് പ്ലസ് വൈൻ്റെ വില ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ ആ വില കൊടുക്കുക. എക്സ് പ്ലസ് വൈന് പകരം 15/xy = 3/10. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × xy 3xy = 15 × 10 150. ഇതിന്ന് ഇൻറ്റു 3 സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ /3 എന്നാവും. അപ്പോൾ xy = 150/3 50. അതായത് സംഖ്യകളുടെ തുക 15 അവ തമ്മിൽ ഗുണിച്ചാൽ 50 കിട്ടണം. ഈ രണ്ട് നിബന്ധനകളും പാലിക്കുന്നത് നമ്മുടെ ഓപ്ഷൻസിൽ 5 10 കാരണം 5ഉം 10ഉം കൂട്ടിയാൽ 15. 5 × 10 ഗുണിച്ചാൽ 50. അപ്പോൾ ഈ രണ്ട് നിബന്ധനകൾ പാലിക്കേണ്ട. ഉത്തരം സംഖ്യകൾ ഏതൊക്കെയാണ്? 5ഉം 10ഉം. ഒരു കുട്ടിയോട് ഒരു സംഖ്യയോട് 16 കൂട്ടാനും 10 കുറയ്ക്കാനും ആവശ്യപ്പെട്ടു. പക്ഷേ പറഞ്ഞതിന് വിപരീതമായി കുട്ടി സംഖ്യയോട് 10 കൂട്ടുകയും അതിൽ നിന്ന് 16 കുറയ്ക്കുകയും ചെയ്തപ്പോൾ 14 കിട്ടി. സംഖ്യ ഏത്? ശരിയായ ഉത്തരമേത്? സംഖ്യ നമ്മൾ എക്സ് എന്നെടുക്കുക. കുട്ടി ചെയ്തത് സംഖ്യയോട് 10 കൂട്ടി എക്സ് + 10. അതിനുശേഷം 16 കുറച്ചു. എക്സ് + 10 കുറയ്ക്കണം 16. അപ്പോൾ സമം കുട്ടിക്ക് എത്ര കിട്ടി? 14 കിട്ടി. 14. എക്സ് അതുപോലെ ഇട്ടു. 10ന്ന് 16 കുറച്ചാൽ -6 -6 14. ഇതിന്ന് എക്സ് കാണാൻ -6 സമത്തിൻ്റെ വലത്തോട്ട് എടുത്തു. എക്സ് 14 + 6 20. എക്സ് അതായത് സംഖ്യ കിട്ടി. ഇനി നമുക്ക് ശരിയായ ഉത്തരം കാണണം. കുട്ടിയോട് ആവശ്യപ്പെട്ടത് സംഖ്യയോട് 16 കൂട്ടാൻ. അപ്പോൾ 20ൻ്റെ കൂടെ 16 കൂട്ടി 36. അതിനുശേഷം 10 കുറയ്ക്കാൻ പറഞ്ഞു. 36ന്ന് 10 പോയ ഉത്തരം 26. 4 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 6 ഇരട്ടിയായിരുന്നു. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയാണ്. എന്നാൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 4 വർഷം മുൻപത്തെ വയസ്സ്, ഇപ്പോഴത്തെ വയസ്സ്. 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 6 ഇരട്ടിയാണ്. മകൻ്റെ വയസ്സ് x ആണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് 6x. ഇത് 4 വർഷം മുമ്പത്തെ കാര്യം. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോഴത്തെ വയസ്സ് കാണാം. 4 വർഷം മുമ്പത്തേക്കാട്ടിലും ഇപ്പോഴാകുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? ഓരോരുത്തരുടെയും വയസ്സ് 4 കൂടും. ഇപ്പോൾ മകൻ്റെ വയസ്സ് x + 4 ആവും. അച്ഛൻ്റെ വയസ്സ് 6x + 4 ആവും. ഇപ്പോഴത്തെ ഈ വയസ്സുകൾ തമ്മിൽ നമുക്കൊരു ബന്ധം തന്നിട്ടുണ്ട്. എന്താണ്? ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടി. അതായത് മകൻ്റെ വയസ്സിനെ 4 കൊണ്ട് ഗുണിച്ച് അച്ഛൻ്റെ വയസ്സ് കിട്ടും. മകൻ്റെ വയസ്സിനെ 4 കൊണ്ട് ഗുണിച്ച് അച്ഛൻ്റെ വയസ്സ് കിട്ടും. മകൻ്റെ വയസ്സ് ഇപ്പോഴെത്രയാണ്? x + 4. അതിനെ 4 കൊണ്ട് ഗുണിക്കുന്നു. അച്ഛൻ്റെ വയസ്സ് 6x + 4. ഇവിടെ 4 കൊണ്ട് ബ്രാക്കറ്റ് 2 ഗുണിക്കണം. 4 × x 4x. 4 × 4 16. 4x + 16 6x + 4. സംഖ്യകൾ ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നു. ഇവിടെ 16 ഉണ്ട്. ഈ 4 എടുത്തു. -4 ഇവിടെ 6x ഉണ്ട്. ഈ 4x അങ്ങോട്ട് കൊണ്ടുപോയി -4x. 16 4 കുറച്ചാൽ 12 6x 4x കുറച്ചാൽ 2x. x 12/2 6. ചോദ്യം മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് x + 4 ആണ്. എക്സിനോട് 4 കൂട്ടണം. അപ്പോൾ 6ഉം 4ഉം ഉത്തരം 10. ഒരു ഫർണിച്ചർ ഷോറൂമിൽ വിൽപ്പനയ്ക്കുള്ള കസേര അതിൻ്റെ അച്ചടിച്ച വിലയിൽ 25% കിഴിവിൽ ലേബൽ വിലയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ജൂണിൽ
ഷോറൂം ലേബൽ വിലയിൽ 10% വിൻ്റർ ഓഫർ വാഗ്ദാനം ചെയ്യുന്നു. ഒരു ഉപഭോക്താവ് 810 രൂപയ്ക്ക് കസേര വാങ്ങിയാൽ കസേരയുടെ അച്ചടിച്ച വില എന്ത്? കസേരയുടെ അച്ചടിച്ച വില നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അച്ചടിച്ച വിലയേക്കാൾ 25% കിഴിവിലാണ് ലേബൽ വില. വീണ്ടും ലേബൽ വിലയിൽ ഒരു 10% ഡിസ്കൗണ്ട് കൂടി കൊടുത്തിട്ടാണ് വിൻ്റർ ഓഫർ നൽകുന്നത്. ഈ കിഴിവുകൾക്ക് ശേഷം ഉപഭോക്താവ് നൽകുന്ന തുക എത്രയാണ്? 810 രൂപ. അപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു 25% കുറവ് പറയുമ്പോൾ 100-25 കുറയ്ക്കുക, 75/100 ഇൻറ്റു 10% ഡിസ്കൗണ്ട് പറഞ്ഞാൽ 100 10 കുറയ്ക്കുക, 90/100 സമം ഉപഭോക്താവ് നൽകുന്നത് 810. ഇതൊന്ന് എക്സ് കാണാൻ ഇൻറ്റു 75/100 ഇൻറ്റു 90/100 സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുമ്പോൾ റെസിപ്രോക്കൽസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് സമം 810 ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടിട്ട് 100/75 ഇൻറ്റു ഇവിടെ നമുക്ക് ഒരു 0 വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി 9/10 അത് അങ്ങോട്ട് എടുക്കുമ്പോൾ 10/9. നമുക്ക് ഈ 9ഉം 81 വെടിച്ചെടുക്കുമ്പോൾ 9 9 81 ഒരു 0 90 വരും ഇൻറ്റു ഇവിടെ 25 കൊണ്ട് വെടിച്ചെടുക്കുമ്പോൾ 4 25 100 3 25 75 4/3 ഇൻറ്റു 10. വീണ്ടും ഈ 3ഉം 90ഉം വെടിച്ചെടുക്കുമ്പോൾ ഇവിടെ 30 വരും. 30 ഇൻറ്റു 4 ഇൻറ്റു 10 ഗുണിക്കുമ്പോൾ 1200 രൂപയാണ് കസേരയുടെ അച്ചടിച്ച വില. ഒരു മുറിയുടെ തറയുടെ നീളവും വീതിയും യഥാക്രമം 7.5 മീറ്ററും 2 മീറ്ററും ആണ്. 1/16 മീറ്റർ സ്ക്വയർ ഉള്ള 40 ടൈൽസ് ഉപയോഗിച്ച് തറയുടെ കുറച്ച് ഭാഗം മൂടി. ടൈൽസ് ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം എത്ര? നമുക്ക് ആദ്യം തറയുടെ ആകെ വിസ്തീർണം കാണാം. ഇത് ചതുരാകൃതിയാണ്. നീളവും വീതിയും തമ്മിൽ ഗുണിക്കുക. തറയുടെ ആകെ വിസ്തീർണം നീളം ഇൻറ്റു വീതി, നീളവും വീതിയും തന്നത് 7.5 ഇൻറ്റു 2 7.5 ഇൻറ്റു 2 ഗുണിച്ചാൽ 15 എന്ന് കിട്ടും. അപ്പോൾ തറയുടെ ആകെ വിസ്തീർണം 15 മീറ്റർ സ്ക്വയർ. ഇത് തറയുടെ ആകെ വിസ്തീർണം. ഇനി ടൈൽസ് ഇട്ട ഭാഗത്തിൻ്റെ വിസ്തീർണം കാണാം. അതിനായിട്ട് എത്ര ടൈൽസ് ഇടുന്നുണ്ട്? 40 ടൈൽസ്. അതിൽ ഒരു ടൈലിൻ്റെ വിസ്തീർണമോ 1/16 മീറ്റർ സ്ക്വയർ. അപ്പോൾ ടൈൽസ് ഇട്ട ഭാഗത്തിൻ്റെ വിസ്തീർണം കാണാൻ ടൈലുകളുടെ എണ്ണത്തെ ഒരു ടൈലിൻ്റെ വിസ്തീർണം കൊണ്ട് ഗുണിച്ചാൽ മതി. ടൈൽസ് ഇട്ട ഭാഗത്തിൻ്റെ വിസ്തീർണം 1/16 ഇൻറ്റു 40 ഗുണിക്കുമ്പോൾ 40/16 8 കൊണ്ട് വെട്ടിച്ചെടുക്കുമ്പോൾ 5/2 മീറ്റർ സ്ക്വയർ. തറയുടെ ആകെ വിസ്തീർണം അറിയാം, ടൈൽസ് ഇട്ട ഭാഗത്തിൻ്റെ വിസ്തീർണം അറിയാം. ടൈൽസ് ഇടാത്ത ഭാഗത്തിൻ്റെ വിസ്തീർണം കാണാൻ ആകെ വിസ്തീർണത്തിൽ നിന്ന് ടൈൽസ് ഇട്ട ഭാഗത്തിൻ്റെ വിസ്തീർണം കുറയ്ക്കുക. 15 5/2 കുറയ്ക്കുക. അതായത് 15 5/2 പറഞ്ഞാൽ 2.5 ആണ്. 15 2.5 കുറച്ചാൽ 12.5. അതിനെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുമ്പോൾ 25/2 മീറ്റർ സ്ക്വയർ. അപ്പോൾ ടൈൽസ് ഇട്ട ഭാഗത്തിൻ്റെ വിസ്തീർണം അറിയാം, ടൈൽസ് ഇല്ലാത്ത ഭാഗത്തിൻ്റെ വിസ്തീർണം അറിയാം. അത് തമ്മിലുള്ള അനുപാതമാണ് നമ്മുടെ ചോദ്യത്തിൽ കാണാൻ പറഞ്ഞത്. അപ്പോൾ അനുപാതം കാണാൻ 5/2 ഈസ്റ്റു 25/2. ഇരുവശത്തും നമുക്ക് 2 വെട്ടിക്കളയാം. ബാക്കി 5 ഈസ്റ്റു 25. 5 കൊണ്ട് വീണ്ടും വെട്ടിച്ചുരുക്കുക. ഉത്തരം 1 ഈസ്റ്റു 5.